നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി പമ്പൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടൈഗർ കാ ഹുക്കം. ഇന്ന് 23-ാം തീയതിയാണ്. യെസ്, ക്രിസ്മസിന് ഇനി ഒരു ദിവസം കൂടെ. അപ്പം നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. ഫോർച്യുനേറ്റ്ലി എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത് അമ്മേനെയാണ്. എന്തെങ്കിലും പോയി മേടിക്കും. പിന്നെ ക്രിസ്മസ് ട്രീ ഇന്ന് ഞാൻ തൂക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ വീഡിയോയും പിന്നെ ക്രിസ്മസ് അലങ്കാരങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. സോ ഞാൻ എസ്തെറ്റിക് വൈബാട്ടോ. ഞാനും പച്ച, പ്രകൃതിയും പച്ച. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ളത്. നിങ്ങൾ പോയി ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ. ചില കാര്യങ്ങളില്ല, നമുക്കൊരു കഴിവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തിരി നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, എനിക്കൊരു കലാവിരുത്തുമില്ല. നമ്മൾ അത് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഫോർവേഡ്. എന്നെക്കൊണ്ട് പറ്റുന്ന പണി എന്ന് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക, കൊഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുക, ഡാൻസ് കളിക്കുക. നമുക്ക് ആ പണി അങ്ങോട്ട് അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം. ഗൈസ്, അങ്ങനെ ആഫ്റ്റർ റിയലൈസേഷൻ നമ്മൾ എന്തെങ്കിലും പോയി മേടിക്കാൻ പോവാണ്. ഇത് ചെയ്യാനാലേ എനിക്ക് പപ്പേനെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ടും കിട്ടി. അങ്ങനെ ഞാൻ അമ്മക്ക് ബർത്ത്ഡേക്കുള്ള സാധനവും ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ടുള്ള സാധനവും മേടിച്ചു. ഗൈസ്, കുറേ ബലൂൺ മേടിച്ചു നാളത്തേന് വേണ്ടി. പിന്നെ ഒരു ഡയറി അമ്മക്ക് വേണ്ടി. പിന്നെ ഒരു പേഴ്സും കൂടെ മേടിച്ചു. ഗൈസ്, പിന്നെ ചേട്ടായി ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നേക്കാളും ഇത്തരം കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് നാളെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കും. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, പിന്നെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ്. എന്തായാലും ഇന്നത്തേക്കുള്ളത് ഇത്രയേ ഉള്ളൂ. ഹലോ അമ്മ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മുത്തേ. എത്ര വയസ്സായി പറയണോ? 51. എൻ്റെ ദൈവമേ, വയസ്സായല്ലേ? വയസ്സൊന്നും ആയില്ല. അതെ, ഇപ്പോൾ ആപ്പറ്റാപ്പറ്റ കളിക്കുന്നുണ്ട്. വയസ്സെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിലെ. അതെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ ഓർക്കുന്നുണ്ട് 24 hours saying yes to mom എടുക്കണമെന്ന്. ഇന്ന് ഞാൻ നിന്നോട് കല്യാണ സൗന്ദര്യം പറിച്ചോണ്ട് വരാൻ പറയാം, നീ പറിച്ചോണ്ട് വരുമോ? എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. പല്ലടി മണം വരുന്നു. ഒരു ബർത്ത്ഡേ ഗേളിന്റെ ഒരു അവസ്ഥ. നമ്മൾ പൂകുടുക്കൽ ചടങ്ങിലോട്ട് പോവാണ്. ഓ ദൈവമേ, ഇത് ഞാൻ ഇടും. 101 വയസ്സ്. അടുത്ത ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ഈ ബലൂൺ കുറേ ബലൂൺ പൊട്ടിപ്പോയിട്ടു. കുറേ നേരമായിട്ട് ചുമ്മാ ഇരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറി മാത്രമാണ്. പേഴ്സ് നാളെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് വെക്കും. അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ കൊടുക്കാൻ പോവാട്ടോ. ആകെ 2 ഡയറി കൊണ്ട് നമുക്ക് പോവാം.
ആകെ ഇത്തിരിയുള്ളൂ. എനിക്ക് വയ്യ. ആകെ ഇത്തിരിയുള്ളൂ, അതൊന്നും അല്ല. അതിനെന്നാ വലിയ നല്ലൊന്നും വലിയ നല്ലത് വേണ്ട. അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത്? നല്ല പ്രയോജനമുള്ള സാധനം. എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ. എനിക്ക് പുതിയ ബുക്ക്. നിനക്ക് പുതിയ ബുക്ക്. പൊടി അവിടുന്ന് അവരുടെ പച്ചപ്പും ഹരിതാഭയും എല്ലാം ഉണ്ട് അതിനകത്ത്. ഇഷ്ടമുള്ള സേറെ വേണ്ട കുഞ്ഞിപ്പെണ്ണ് തന്ന പോയി. ഇല്ല 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 ഇടിയോ പെണ്ണ് അമ്മക്ക് വായിലിട്ടേക്ക. എന്റെ കുഞ്ഞ് തന്നല്ലേ, അല്ലെങ്കിൽ അടുത്തത് ഓടി വരും. വന്നു അടുത്ത് അവനെടുത്തോട്ടെ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഏകദേശം പണികളെല്ലാം തീർന്നു ഇന്നത്തെ. ഇനി വൈകുന്നേരം ആകുമ്പോൾ കേക്ക് മുറിക്കും, പിന്നെ പുറത്തു പോകും. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ ഒന്ന് കളിക്കുമല്ലേ അമ്മ ഗെയിം. അമ്മയുടെ സ്റ്റുഡൻസ് കൊണ്ടുവന്ന കേക്കാണ്. കേക്ക് നമ്പർ 2. எனக்குள்ள நீ வந்தால போனாலே ഇത്തിരി ലേറ്റ് ആയെങ്കിലും നമ്മൾ പുൽക്കൂട് ഓടിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ട്രാൻസിഷൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ പപ്പ രാത്രി അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുത്തു, ഒരു ബോട്ടവും ഒരു ചുരിദാറും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ക്രിസ്മസിന് കാണാം. ഹാപ്പി ക്രിസ്മസ് എവരിവൺ. യാ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഈശു പിറന്നു. ഇവിടെ ഇരിക്കുന്നത് ആരാണ്? കൊച്ചു ചെറുക്കൻ. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഡെക്കറേഷൻസ് കണ്ടു. ഇനി നമ്മൾ നോമ്പ് പൊട്ടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇത്തിരി അപ്പോൾ ഇത്തിരി ഇറച്ചി. അരെ വാ ഗൈസ്, നമ്മളങ്ങനെ നോമ്പ് മുറിക്കാൻ പോവാണ്. ചിക്കനൊക്കെ കഴിച്ചു. അതിൻ്റെ ഫീൽ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പം ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഇതാണ് ഗൈസ് നമ്മുടെ ഗിഫ്റ്റ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നെ ആർക്കാ കിട്ടിയെന്ന്. ഇതാട്ടോ അമ്മച്ചി തന്ന ഗിഫ്റ്റ്. സത്യം പറയുന്നത് അമ്മച്ചി അമ്മച്ചിക്ക് രാത്രി ബാത്റൂം കാണാൻ ഇനി ഇന്നോമയുടെ ഫ്രണ്ട് ആരാണ്? ട്രിപ്ലെറ്റ്സാ. എന്തുവാണ് ഇത്? കൊടുത്തു കഴിഞ്ഞു.
I am rich, guys. അങ്ങനെ നമ്മുടെ ക്രിസ്മസിന്റെ കൊടുക്കൽ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു. എല്ലാവരും ഹാപ്പിയാണ്. 6 പാക്കറ്റ് പൂത്തരി. പണ്ട് എനിക്ക് ഈ സാധനം പേടിയായിട്ട് ഈ വർഷം ധൈര്യത്തോടെ ഞാൻ ചെയ്യും. So I hope you like this video. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സെറ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.